പിന്നെ ഗിരീഷേട്ടന് ഭയങ്കര രസകരമായ വേറെ കാര്യങ്ങളുണ്ട്. അതായത് ലോയിസ് സാർ ഇങ്ങനെ ഇരിക്കുന്നു, ഇതിനിടയിൽ ഗിരീഷേട്ടൻ എന്നോട് ചോദിക്കുന്നു, എടാ ഒരു 101 രൂപ നിന്റെ കയ്യിലുണ്ടോ? അപ്പൊ ഞാൻ എൻ്റെ 100 രൂപയുണ്ട്, 1 രൂപ ഇല്ല. അപ്പൊ ഞാൻ 100 രൂപ കൊടുത്തു. ശരി. ഉടനെ ഗിരീഷേട്ടൻ നേരെ ലോയിസ് സാറിന്റെ കാൽക്കൽ വീഴുന്നു. അങ്ങയുടെ അടുത്ത പടത്തിൽ എനിക്ക് അങ്ങയുടെ സംവിധാന സഹായിയാകണം, എനിക്ക് സിനിമ പഠിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു സിനിമയ്ക്ക് വേണ്ടി രാജസേന ചേട്ടനുമായിട്ട് നമ്മൾ കാണുമ്പോഴത്തേക്ക് അപ്പോഴെന്നോട് ചോദിച്ചു, 101 രൂപ ഉണ്ടോ? അതല്ല, ആ ഒരു നിഷ്കളങ്കത കേട്ടാ. ഇത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഞാൻ ഓർത്തത്. ഇപ്പൊ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്, ഗിരീഷ് കുറെ പേനയും കൊണ്ട് കിടക്കും. എപ്പോഴും അറിയാലോ, കുറേ പേന ഉണ്ടാവും. അപ്പോൾ എന്നോട് ആദ്യത്തെ പടത്തിന് വന്നപ്പോൾ തന്നെ പറഞ്ഞാണ്, ഞാൻ ഓരോ സംവിധായകർക്കും വേണ്ടിയിട്ട് ഓരോ പേന കൊണ്ട് കിടക്കുന്നുണ്ട്. അതിനോരോ അർത്ഥങ്ങളുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് തരം പാട്ടായിരിക്കും എന്നിൽ നിന്ന് ഉദ്ദേശിക്കുക എന്നുള്ളത് വെച്ചിട്ടാണ്. ഈ പേന കൊണ്ട് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കവിത ഉണ്ടാവും. ഈ പേനോട് എഴുതി കഴിഞ്ഞാൽ വേറെ ഒച്ച ബളുണ്ടാവും. ഓരോ പേനകൾ ഇങ്ങനെ എടുത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ പേനകളൊക്കെ മാറ്റി വെച്ചു, എനിക്ക് ഈ കവിത ഉള്ള പേന മതി. ഇനി എന്റെ പടങ്ങളിൽ പാട്ട് എഴുതാൻ വരുമ്പോൾ ഈ കവിത ഉള്ള പേന മാത്രം കൊണ്ടുവരാനാണ്. അങ്ങനെയൊക്കെയുള്ള ചില തമാശകളുണ്ട്. ഇതിനകത്ത് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ലിറിസിസ്റ്റിനെ പറയുമ്പോൾ ഈ പദധാരാളിത്തം. ഇയാൾക്ക് കുറെ പദങ്ങൾ അറിയാം എന്ന് പറയുന്നത് ഒന്ന്. മറ്റൊന്ന് പദം ഉണ്ടാക്കലാണ്. നമ്മൾ ഇപ്പം സമൂഹത്തിലോ സാഹിത്യത്തിലോ വർത്തമാനത്തിലോ ഒന്നും താരതമ്യേന ആരും ഉപയോഗിച്ചിട്ടില്ലാത്തൊരു വാക്ക്, കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്ന വാക്ക് പോലെ ഇണക്കി ചേർത്തിട്ട് പുതുതായിട്ട് ഉണ്ടാക്കുക എന്നല്ല. ഇപ്പൊ ഈ പറഞ്ഞ ഞാൻ ഇതിലേക്ക്, അതായത് ഇപ്പം കരിമിഴിക്കുരുവി എന്ന് പറഞ്ഞൊരു കുരുവി കേരളത്തിലില്ലാട്ടോ. എനിക്ക് അങ്ങനെ ഒരു പേരും കൂടെ ഉണ്ട്. കാരണം എന്റെ പേരിനേക്കാളും കൂടുതൽ ആൾക്കാർ ചിലപ്പോൾ ഒരു വിഷയം വിളിക്കുന്നത് ഇത് കരിമിഴിക്കുരുവി അല്ലേ എന്ന് ചോദിക്കാം. കാര്യം ചേച്ചി ഞങ്ങളുടെ പാടിയതാണെങ്കിലും അങ്ങനെ ഒരു പേരും കൂടെ ഗിരീഷേട്ടൻ മുഖേന എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് കരിമിഴിക്കുരുവി ഫെയിം, അങ്ങനെ പറയുമല്ലോ. അപ്പം ഈ ഒരുമിക്ക പക്ഷികളുടെയും കണ്ണ് തന്നെയാണ്. അങ്ങനെ കരിമിഴിക്കുരുവി എന്നൊരു കുരുവി ഉണ്ടെങ്കിലും ഉണ്ടാവും കേട്ടോ, ഞാൻ ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ അതിന്റെ അടുത്ത് ജനകീയമാക്കുകയാണ് ഈ ഇതുപോലൊരു വാക്കുകള്. പാട്ടുകളില് എനിക്ക് തോന്നുന്നു കുരുവി കിളികൾ ഒരുപാട് ഉണ്ടാവാറുണ്ട്. ഒരുപാട് പ്രാവ് ഏറ്റവും കൂടുതൽ പ്രാവ് കിളി, ഒരു കിളി പാട്ട് മൂളവേ, മറുകിളി ഏറ്റു പാടുമോ, എല്ലാം അതുപോലെ മഴ ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് മഴയുണ്ട്. അപ്പൊ ഇതെല്ലാം കാലാന്തരം. ചന്ദനം കളവം കുറച്ച് ഉണ്ട്. കൃഷ്ണന്റെ ഓർമ്മയിലെന്ന്